ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ റണ്ണർ നടുന്ന വീഡിയോയും ചെയ്യാം. പിന്നെ നമ്മൾ റണ്ണർ നടുന്ന സമയത്ത് സാധാരണ കാക്കകള് ചിലപ്പോൾ അത് കൊത്തി പുറത്തേക്ക് ഇടാറുണ്ട്. അപ്പം അങ്ങനെ ഇടുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് താഴെ കിടന്ന് അതങ്ങനെ കരിഞ്ഞു പോകും. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. D9 എന്ന് പറഞ്ഞ വെറൈറ്റി, പുതിയ ലോട്ടസിന്റെ പുതിയ വെറൈറ്റിയാണ് D9. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അപ്പം അതിന്റെ റണ്ണർ നമ്മൾ രജീഷ് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ്റെ നിന്ന് വാങ്ങിച്ചേക്കണേണ്. അപ്പോൾ RR ലോട്ടസ് എന്ന് പറഞ്ഞ ചേട്ടന് ഒരു ചാനലുണ്ട്. നമ്മൾ ചേട്ടൻ്റെ നിന്നാണ് വാങ്ങിച്ചേക്കണേ. റണ്ണറാണ് D9. ചേട്ടൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറാണ് ചേട്ടൻ എപ്പോഴും തരാറുള്ളത്. ചേട്ടൻ്റെ നിന്ന് അഖിലയൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ റണ്ണർ നടുന്ന വീഡിയോയും ചെയ്യാം. റണ്ണർ നടുന്ന വീഡിയോ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് റണ്ണർ നടുമ്പോൾ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കൂടി ചേർത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതാണ് നമ്മുടെ D9 റണ്ണർ. ടിപ്പിൻ്റെ ഭാഗമൊക്കെ ഒടിയാതിരിക്കാനായിട്ട് ചേട്ടൻ നന്നായിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ടിപ്പ് വരെയും നല്ല സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ റണ്ണർ നടാൻ പോണേണ്. നടാനായിട്ട് നമ്മൾ എടുത്തേക്കണത്, ടബിൽ നിറച്ചേക്കണത് ആദ്യം കുറച്ച് ആട്ടും കാഷ്ടം, അത് കഴിഞ്ഞിട്ട് മണ്ണ്, ചാണകം ഉപയോഗിക്കുന്നവർക്ക് ചാണകം ഉപയോഗിക്കാട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് ആട്ടുംകാട്ടം ആയതുകൊണ്ടാണ് അത് ഉപയോഗിച്ചേക്കുന്നത്. ആട്ടുംകാട്ടം ആദ്യം ഇട്ട് അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് പിന്നെ ഒരു കുറച്ച് തരികൾ, ഡാപ്പിൻ്റെ കുറച്ച് തരികൾ അടിയിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോട്ടിംഗ് മിക്സിലുള്ളത്. ഇനി നമുക്ക് നടാനത് എങ്ങനെയെന്ന് നോക്കാം. നടുന്നതിന് മുമ്പ് മണ്ണ് നമ്മൾ ഇങ്ങനെ പതുക്കെ റണ്ണർ വെക്കാൻ പാകത്തിന് ഒരു ഗ്യാപ്പ് ഇങ്ങനെ മണ്ണിങ്ങനെ പതുക്കെ ഒന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് റണ്ണർ വെച്ച് കൊടുക്കാം. റണ്ണർ നടുമ്പോൾ നമ്മൾ ഒരുപാട് താത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ആ വേരുള്ള ഭാഗത്തേക്ക് മണ്ണിടുക. അവിടെ നിന്ന് ടിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കവർ ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിൽ കട്ടകൾ, കല്ലിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതെയും ശ്രദ്ധിക്കണം. പുതിയ എല്ലാവരണം മണ്ണുണ്ട്. ഇത് ഈ ടിപ്പ് ഇങ്ങനെ പൊങ്ങിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് അടുത്ത ദിവസം വളർന്നത് വളർന്നോളും. ഇവിടെയും ഒരു ചെറിയ ടിപ്പുണ്ട്. അത് നമ്മൾ അധികം മണ്ണ് കവർ ചെയ്തിട്ടില്ല. ഈ ഭാഗവും ജസ്റ്റ് ഒന്ന് വെറുതെ മണ്ണ് വെച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും അത് നീങ്ങിക്കോളും. ഒരുപാട് മണ്ണ് വെച്ചു കൊടുത്തിട്ടില്ല, അധികം താഴ്ത്തിയിട്ടുമില്ല. ഇത്രയേ ഉള്ളൂ റണ്ണർ നടന്ന കാര്യം. നമ്മൾ ഇനി വെള്ളം ഫില്ല് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ ഡയറക്റ്റ് അധികം കുത്തി ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഞങ്ങൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം മഴ പെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയിട്ട് അടുത്ത ദിവസം വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ റണ്ണർ നടുന്ന സമയത്ത് സാധാരണ കാക്കകൾ ചിലപ്പോൾ അത് കൊത്തി പുറത്തേക്ക് ഇടാറുണ്ട്. അപ്പം അങ്ങനെ ഇടുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് താഴെ കിടന്ന് അതങ്ങനെ കരിഞ്ഞു പോകും. ഞങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം പറ്റിയിരുന്നു. മയൂരി ഞാൻ നട്ടപ്പോൾ ആഗ്രഹിച്ചു വാങ്ങിച്ചതായിരുന്നു. മയൂരിക്ക് അങ്ങനെ പറ്റിയിരുന്നു. അപ്പം നമ്മൾ റണ്ണർ നടുന്ന സമയത്ത് അത് വേര് പിടിക്കണവരെ എന്തെങ്കിലും വെച്ചൊന്ന് മൂടിക്കൊടുക്കുക. എന്തെങ്കിലും ചെറിയ നെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓലയുടെ ചെറിയ തുഞ്ച്, ചെറിയ കഷ്ണം
ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പം ഇപ്പം മഴ പെയ്യണോണ്ട് ഡയറക്റ്റ് വെള്ളം കുത്തി വീഴാതിരിക്കാനും പിന്നെ കാക്ക കുത്തി ആ റണ്ണർ പുറത്തിടാതിരിക്കാനൊക്കെ സഹായിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക, ഡയറക്റ്റ് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി മാത്രം. അടുത്ത ദിവസം ശ്രദ്ധിക്കുകയും വേണം, പുതിയ ഇലകൾ വരാനുണ്ട്, അപ്പം അതിനൊരു തടസ്സമാവാനും പാടില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ റണ്ണർ നടുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം. നമ്മൾ ട്യൂബർ നടുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാനും പെട്ടെന്ന് ബഡ് വരാനും എല്ലാം നല്ലത് റണ്ണർ നടുന്നതാണ് നല്ലത്. അപ്പം ആരും റണ്ണർ നടുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ചില വെറൈറ്റി കുറച്ച് സെൻസിറ്റീവായ വെറൈറ്റി ഉണ്ട്, അങ്ങനെയുള്ളത് നടുമ്പോൾ നമ്മൾ ഇത്തിരിയും കൂടി കെയർ ചെയ്യണം. അപ്പോൾ ഈ റണ്ണർ നടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റണ്ണർ നടുന്ന വിധം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്യൂസ് കാർഡിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.